പോയതാന്നല്ലേ, കുറച്ച് മീൻ വാങ്ങാൻ പോയതാട്ടോ. കാര്യം എന്താ വെച്ചാൽ നമ്മുടെ മീൻ കരച്ചിട്ട് നിന്ന് മത്തി നെത്തോലി മാത്രമേ ഉണ്ടെന്നുള്ളേ. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ ഇത്തിരി മീൻ ഞാൻ പുറത്ത് പോയി വാങ്ങിയതാണ്. അപ്പോൾ ഇതാ ഇത്തിരി മത്തയുടെ ഇല തോരൻ വെക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നിവിടെ കുറച്ച് സ്പെഷ്യൽ ഗസ്റ്റുകൾ വരുന്നുണ്ട്. വേറെ ആരുമല്ല, കുഞ്ഞമ്മയും മക്കളുമൊക്കെയാണ്. അപ്പോൾ പാപ്പുമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇതാ മത്തയില അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞമ്മയ്ക്ക് കൂടുതലും മീൻ വിഭവങ്ങളാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ നെത്തോലി പറ്റിക്കാനായിട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മീൻ വരഞ്ഞിതാ വറക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നെത്തോലി നല്ലോണം പെരട്ടി എടുക്കുന്നുണ്ട്. റെസിപ്പി നമ്മുടെ ചാനലുണ്ട്. കപ്പ പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കുഴയ്ക്കാൻ. പിന്നെ അതാ ചട്ടിച്ചൂടായി കടുകിട്ട് പൊട്ടുമ്പോൾ അതിലേക്ക് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ മത്തയുടെ ഇല ഇട്ട് കൊടുക്കുക കേട്ടോ, തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടെ ചതച്ച് ചേർത്ത് തോരൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പരിപ്പും അതുപോലെ ഒരു 10 പുളിഞ്ചിക്കയും ഒരു സവാളയും ഒരു 4 പച്ചമുളകും ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു 2 വിസിലിന് വേവിച്ചെടുക്കുന്നുണ്ട്. സ്വല്പം മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. പരിപ്പ് കറിയാട്ടോ, ഈ പരിപ്പ് കറി സ്പെഷ്യലാട്ടോ. എന്നിട്ട് അത് നല്ല കണക്കൊന്ന് വേവാൻ വിടാം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടോ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടെ അരച്ചതൊഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഇത്തിരി മുളക് പൊടി ഇട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്കത്ത് കറിവേപ്പിലയും കടുവും കൂടെ പൊട്ടിച്ച് വറവ് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ മീൻകറി സാധാരണ തന്നെ ചെയ്യുന്ന രീതി തന്നെയാണ്. സവാള ഇഞ്ചി പച്ചമുളക് മൂക്കുമ്പോൾ ആദ്യം ഉലുവ ഇട്ട് പൊട്ടിക്കുക. പിന്നെ സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി മൂത്ത് വരുമ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മുളക് പൊടി 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഒരു ചെറിയ വ്യത്യാസം ഇതാണ്, മല്ലിപ്പൊടി നല്ലപോലെ, മുളക് പൊടി എന്ന് പറഞ്ഞ കേട്ടോ, മല്ലിപ്പൊടി നല്ലപോലെ മൂക്കുക. മൂത്ത ശേഷം മാത്രമേ മുളക് പൊടി ഇട്ട് കൊടുക്കാവുള്ളൂ. കാര്യം ഇതിൻ്റെ കളറ് എന്നാലേ അത് കറക്റ്റ് വരുള്ളൂ. മുളക് പൊടി ഇതൊരു 3 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചെങ്കലവ, ചുവപ്പൻകോര, പുതിയാപ്പിളക്കോര എന്ന് വടക്കോട്ടൊക്കെ പറയുമെന്ന് തോന്നുന്നതിന് പല പേരിൽ അറിയപ്പെടുന്ന മീനാട്ടോ. ഇവിടെ എന്തായാലും ചുവപ്പൻകോര എന്ന് പറയുന്നത്. പിന്നെ പുളിയും വെള്ളവും ഒഴിച്ചു കൊടുത്ത് അരപ്പ് മൂക്കുമ്പോൾ നമ്മളത് ഒന്ന് നല്ലവണ്ണം തിളയ്ക്കാൻ വിടുന്നുണ്ട്. അപ്പോഴത്തേനും നമ്മൾ തക്കാളി ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 വലിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളയ്ക്കാൻ വിടുക. ശബ്ദം പിള്ളേർ ഡിസ്റ്റർബൻസ് ഉണ്ട്, ഇന്ന് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്തേ പറ്റും. അപ്പോൾ അതിലേക്ക് നമ്മൾ ചുവപ്പൻകോര കഴുകി വൃത്തിയാക്കി വെച്ചത് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും അതിലേക്ക് 1/4 സ്പൂൺ ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവാപ്പൊടി ചേർക്കുന്ന ടൈമിലുണ്ടല്ലോ നല്ല മണമാണ്. അതിൻ്റെ ഫ്ലേവർ അത് കറിയിൽ ഇപ്പോൾ പിടിക്കും ഈ ടൈമിൽ ചേർത്താം. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്ത് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെയാണ് കറി ഇറക്കി. ഇതാ മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മത്തയില തോരൻ, പിന്നെ അതിനൊക്കെ തന്നെ കപ്പ ഒഴിച്ചതും, പിന്നെ മീൻ പറ്റിച്ചതുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ചുവപ്പൻകോര കറി, പിന്നെ സ്പെഷ്യൽ ആ ഒരു പുളിഞ്ചിക്കേട്ട പരിപ്പ് കറി. അതെല്ലാം റെഡി ആയിരുന്നു കഴിഞ്ഞപ്പോൾ ഇതാ വന്നു നമ്മുടെ അതിഥികൾ വന്നിട്ടുണ്ട്. ഇതെൻ്റെ ഇളയ കുഞ്ഞമ്മ, ശീലക്കുഞ്ഞമ്മയാണ്. പുറകിൽ വരുന്ന ആളാണ് നമ്മുടെ താരം പാപ്പു. പേര് ശിവാംഗി എന്നാട്ടോ, ശിവാംഗി സുജിത് കേശവ് എന്നാണ് പേര്. അപ്പോൾ പാപ്പു വന്നിട്ടുണ്ട്. ഇവളാണ് നമ്മുടെ വീട്ടിലെ ഇപ്പോൾ ഏറ്റവും ചെറിയ കുട്ടി. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവളെ ഭയങ്കര ഇഷ്ടമാണ്. അവൾ കുറുമ്പിയാണ്, എന്താ പറയുക, ഒന്നും പറയാൻ പറ്റത്തില്ല. അവളുണ്ടെങ്കിൽ രസമാണ്, ബഹുരസം. അപ്പോൾ ഇതാ നേരെ ഓടുക, വേറൊന്നുമല്ല, വീഡിയോസിൽ കണ്ടു ചെറിയുള്ള കാര്യം. ഇതാ അവൾക്ക് വേണ്ടിയിട്ട് കവറിട്ട് ചേട്ടനും ചേച്ചിയും കൂടെ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. അതാണ്ട അത് ചെന്നപാടെ അത് പിച്ചിയെടുത്തു. അത് അവൾ തന്നെ പിച്ചണമെന്ന് അവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അത് കാരണം കിളിക്ക് പോലും കൊടുക്കാതെ കവറിട്ട് നിർത്തി വെച്ചിരുന്നു. അപ്പോൾ ആശാട്ടി ഹാപ്പിയാണ്. അതുപോലെ തന്നെ പിന്നെ 2 എണ്ണം ഉണ്ടായിരുന്നു, അതും കൂടെ പയ്യെടുക്കുക കേട്ടോ. എന്നിട്ട് അത് അവർ 3 പേരും കൂടെ കഴിച്ചു. ഇതാ വേദയുടെ കയ്യിൽ ഒരെണ്ണമുണ്ട്, അവളിതാ കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ മാധവിൻ്റെ കയ്യിലും ഉണ്ട്. പിന്നെ ഞാനും കുഞ്ഞും കൂടെ ചാമ്പയ്ക്ക കുറച്ച് പറിച്ചു. ഒരാൾ പിണങ്ങിയിരിക്കുക ബെല്ലുവേ കൂട്ടിലിട്ടതിന്. ഇങ്ങോട്ട് നോക്കിക്കൂ, ഇങ്ങോട്ട് നോക്കടി. ഹലോ കൊച്ചു പോസ്റ്റ് ചെയ്തിരിക്കുക. പിണങ്ങിയിരിക്കുക കേട്ടോ, പിണങ്ങിയിരിക്കുക. കൂട്ടിലടച്ചിട്ടതിന് പിണങ്ങിയിരിക്കുന്ന ബെല്ലു. കണ്ണടച്ചേ, ഒരു കണ്ണടച്ചേ, സൈഡ് അടിച്ചേ. അടി സൈഡ് അടി. എന്തായാലും പിണക്കൊക്കെ മാറ്റിയെടുത്തു. അതാണ്ട ഇത് നമ്മുടെ ബുഷ് ഓറഞ്ചിൽ നിന്ന് കിട്ടിയതാട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.